ജൂൺ 16 തിങ്കളാഴ്ച. മത്തായി 5:38 മുതൽ 42 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം നമ്മെ സ്വയം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ദാനധർമ്മത്തിൽ നാം എത്രത്തോളം ഉദാരമതികളാണ്? പുരാതന ഇസ്രായേലിൽ ദാനധർമ്മം ആദരണീയമായ ഒരു പുണ്യമായിരുന്നു. റബ്ബാനിക് ജൂതമതത്തിൻ്റെ കേന്ദ്ര ഗ്രന്ഥവും യഹൂദ മതനിയമത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും പ്രാഥമിക ഉറവിടവുമായ താൽമുദ് പറയുന്നു, ദാനം ചെയ്യുന്നവൻ മോശയേക്കാൾ വലിയവനാണ്. ദരിദ്രർക്ക് ദാനധർമ്മം പണം മാത്രമായല്ല നൽകുന്നത്. താൽമുദ് ഇങ്ങനെ പറയുന്നു, ദരിദ്രന് ഒരു ചെറിയ നാണയം നൽകുന്നവന് 6 അനുഗ്രഹങ്ങൾ ലഭിക്കും. എന്നാൽ ദരിദ്രനോട് ഒരു ദയുള്ള വാക്ക് പറയുന്നവന് 11 അനുഗ്രഹങ്ങൾ ലഭിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശ്രോതാക്കളോട് പറയുന്നു, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ വ്രണപ്പെടുത്തിയ, നിങ്ങളെ അപകീർത്തിപ്പെടുത്തിയ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് പ്രതികാരം ചെയ്യാൻ പോലും ശ്രമിക്കരുത്. ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് അവർക്ക് നൽകുക. വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ആണ് യേശു ഇവിടെ വ്യക്തമാക്കുന്നത്. സ്നേഹം, കാരുണ്യം, ക്ഷമ എന്നിവയിലൂടെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം പ്രാവർത്തികമാക്കാൻ യേശു നമ്മെ വെല്ലുവിളിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികാരത്തിന് ഇടമില്ല. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ സ്നേഹവാനായ ഒരു ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ എപ്പോഴും അവരോടും പെരുമാറണമെന്നും നാം ഒരിക്കലും മറക്കരുത്. യേശു തൻ്റെ അനുയായികളിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള ഒരു പെരുമാറ്റം ആവശ്യപ്പെടുന്നു. കാരണം അവരിലാണ് സുവിശേഷത്തിൻ്റെ വിത്ത് നടുന്നത്. നമ്മുടെ ഈ ലോകത്തെ മാറ്റാൻ നിങ്ങൾക്കും എനിക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്നേഹവും കരുതലും ഉള്ളവരായിരിക്കുന്നതിലൂടെ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇടയിലെ ഏറ്റവും ദരിദ്രരായവരെ അവഗണിക്കുകയോ അവരെ കാണുന്നില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്നതിന് പകരം നമുക്കവരെ പരിപാലിക്കാം. നിസ്സംഗതയ്ക്ക് പകരം നമുക്ക് സ്നേഹമുള്ളവരാകാം. നമുക്ക് എപ്പോഴും പണം നൽകാൻ കഴിവില്ലായിരിക്കാം, പക്ഷേ അതിലും കൂടുതൽ എന്തെങ്കിലും നൽകാൻ നമുക്ക് കഴിയും. നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കാനും, പ്രായമായവരോട് ദയ കാണിക്കാനും, ചെറുപ്പക്കാർക്ക് മാതൃക കാണിക്കാനും, പിന്നെ എല്ലാവരോടും സ്നേഹം കാണിക്കാനും നമുക്ക് കഴിയും. അതാണ് യേശു ചെയ്തത്. യേശു നമ്മെ ക്ഷണിക്കുന്നതും അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്കാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.